സർ, ഏതാണ്ട് ഒരാഴ്ച ഗ്യാപ്പിൽ 2 വലിയ കപ്പൽ അപകടങ്ങൾ നമ്മുടെ തീരത്തുണ്ടാകുന്നു. ആദ്യത്തെ കപ്പലിൽ ഏതാണ്ട് 12ഓളം കണ്ടെയ്നറുകളായിരുന്നു നമുക്ക് ഭീഷണി എന്ന നിലയിൽ സ്ഥിരീകരണം ഉണ്ടായത്. രണ്ടാമത്തെ അപകടത്തിൽ അത് 157ഓളം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അപകടം എന്നതിനേക്കാൾ ഉപരി വലിയ രീതിയിൽ നമുക്കൊരു വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരുപാട് ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കേരള തീരം സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്? സാർ എന്താ മനസ്സിലാക്കുന്നു? അല്ല, കപ്പലിൻ്റെ ഈ 2 അപകടങ്ങളും നമുക്ക് സ്വാഭാവികമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആകസ്മികമായി സംഭവിക്കുന്ന അപകടങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റും. കാരണം ഒരു കപ്പൽ ഇത്തരം അപകടത്തിൽപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കപ്പൽ കമ്പനിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ബോധപൂർവം ആ കപ്പൽ മുക്കാനായിട്ട് ശ്രമിച്ചതാണെന്നോ അപകടമുണ്ടാക്കിയതാണെന്നോ നമുക്ക് വാദിക്കാനൊരു യുക്തി നമ്മുടെ കയ്യിലില്ല. ആദ്യത്തെ അപകടത്തിൽ ആ കപ്പലിൻ്റെ കാലപ്പഴക്കം ഈ ഒരു വാദത്തെ ബലപ്പെടുത്തുന്നുണ്ട്. അല്ല, കാലപ്പഴക്കങ്ങളൊക്കെ എല്ലാത്തിലും വരാം. കാരണം ഒരു കപ്പൽ മാറ്റി വേറെ പുതിയ കപ്പൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയധികം പണച്ചെലവുള്ളതിൻ്റെ പേരിൽ ഇവർ മാക്സിമം ഇതിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കടലിലാണ് ഇവർ സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള അവരുടെ സമീപനങ്ങൾ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കപ്പൽ അപകടത്തിൽ അങ്ങനെ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസത്തിനുള്ള വഴിയായിരുന്നു. പക്ഷേ അതിനകത്ത് നിറച്ചു വെച്ചിരുന്ന കണ്ടെയ്നറുകളിൽ ഉള്ള സാധനങ്ങൾ, കാൽസ്യം കാർബൈഡ് അടക്കമുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത് തീപിടുത്തത്തിന് കാരണമായി തീരാവുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ തീയൊന്നും പിടിക്കാതെ അതിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ അവസാനിച്ചതായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം. എങ്കിലും ഈ കപ്പലിൽ നിന്ന് പുറത്ത് വരുന്ന പലതരത്തിലുള്ള പദാർത്ഥങ്ങളും മലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി തീരും. നമ്മുടെ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം കൂടിയാണത്. കാരണം ഇതിൽ നമുക്കറിയാം, നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വാർത്തകളുടെയൊക്കെ ഫലമായിട്ട് നമ്മുടെ മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് മരവിച്ച് പോയി. ശരിക്കും ആരും മത്സ്യം വാങ്ങിക്കാത്ത ഒരു സാഹചര്യം വന്നു. അത് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ നമ്മളെപ്പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ എത്തിച്ചേരുകയും അവർ അത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് മത്സ്യങ്ങളെ എത്തിക്കുന്നു എന്നുള്ള ധാരണയിൽ വരികയും അതുകൊണ്ട് ഒരു മത്സ്യം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നതാണ്. ശരിയാണ്, കെമിക്കൽസൊക്കെ മത്സ്യങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആ മത്സ്യത്തെയാണ് വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സയനൈഡ് പ്രോസസ്സൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ, സയനൈഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്വർണം ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർണത്തെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള പ്രക്രിയ. സ്വർണം അങ്ങനെയാണ് അതിൻ്റെ അയിരിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴയ കാലത്ത് നിൽക്കുന്നൊരു സംവിധാനമാണ്. പുതിയ സംവിധാനവും അങ്ങനെ കാര്യമായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് ചിലതൊക്കെ ഉണ്ടാകാം, എന്തായാലും ഇതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഈ സയനൈഡ് പ്രോസസ്സിലൂടെ സ്വർണം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവശിഷ്ടം കടലിലേക്ക് തന്നെ ഒഴുക്കും. രാസമാലിന്യം അതിൽ സയനൈഡ് ഉണ്ടാകും. ആ സയനൈഡ് വളരെ വളരെ ചെറിയ തോതിൽ മത്സ്യങ്ങൾ കഴിക്കും. അപ്പോൾ മത്സ്യങ്ങൾ മരിക്കില്ല. ആ മത്സ്യങ്ങളെ നമ്മൾ പിടിച്ച് തിന്നുമ്പോൾ നമ്മളുടെ ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ അത് മാരകമായിട്ടുള്ള ഫലങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് പഠനം കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത കുട്ടികളൊക്കെ ജനിക്കുന്നൊരു സ്ഥിതി വരും. അത് വലിയ പ്രശ്നമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് സമാനമായിട്ടുള്ള കെമിക്കൽസൊക്കെ ഈ തകരുന്ന കപ്പലിലുണ്ടെങ്കിൽ അത് മീനുകൾ ഭക്ഷിക്കുകയും ആ മീനുകൾ നമ്മൾ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ മത്സ്യ മാർക്കറ്റ് പെട്ടെന്ന് ഡൗൺ ആയത്. പക്ഷേ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന പോലെ അത്ര അപകടം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കടലിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അതിലേക്ക് ഇങ്ങനെ പകർന്നു വരുന്നതായ കെമിക്കൽസിനെ പോലും എന്ത് ചെയ്യും, വളരെ വളരെ വലിയ തോതിൽ ഡൈല്യൂട്ട് ചെയ്ത് കളയും. അപ്പോൾ അതങ്ങനെ മാരകമാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് ആവശ്യമാണ്. എത്ര പെർസെൻറ്റേജാണ് ഇത് കടലിൽ അലിയുന്നതെന്നും അത് എത്ര നാളത്തേക്ക്, കടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശാലത വളരെ വലുതാണ്.
എത്ര നാളത്തേക്ക് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടന്നാൽ അതിൻ്റെ ഗാഢതയും അപകടകരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകും ഇല്ലെന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ എന്നുള്ളതാണ്. ദശലക്ഷത്തിൽ എത്രയാണ് കലർന്നിരിക്കുന്നതെന്ന് നോക്കും. അത് മാരകമാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമില്ലാത്ത കേസാണ്. ഇപ്പം നമുക്ക് കൊച്ചി തുറമുഖം ഉണ്ടായിരുന്നു സജീവമായിട്ട് തന്നെ, വേറെ 1-2 ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഇത്ര വലിയൊരു അപകടം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് ശേഷം വലിയ മദർഷിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. വലിയ രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രി വലിയ രീതിയിൽ ബൂംഡ് ആകും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് 2 തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ വിഴിഞ്ഞത്തിന് നൽകുന്ന ഒരു ബ്ലാക്ക് മാർക്കാണ്. അതൊന്ന്. 2, ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആ ഒരു വളർച്ചയിൽ അത് അട്ടിമറിക്കാനായിട്ട് ബോധപൂർവം ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നാണ് പ്രചരണം വരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ വേറെ രീതിയിലും പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ഇത് മാൻഡ്രേക്ക് എഫക്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വിഴിഞ്ഞം അതൊരു പിൻ പോയിൻ്റാണ് എല്ലായിടവും. ഈ വിഴിഞ്ഞത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള ബോധപൂർവമുള്ള നീക്കങ്ങളാണോ ഇത്തരം അപകടങ്ങൾക്ക് പിന്നിലെന്നാണ് നമ്മൾ കരുതേണ്ടത്? അല്ല, അങ്ങനെ ആളുകൾ ഭയപ്പെടുകയും അതവർ ആ ഭയം അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആദ്യത്തെ കപ്പൽ, അപകടത്തിലായ കപ്പൽ അദാനി കമ്പനിയുമായിട്ടൊക്കെ കോൺട്രാക്റ്റുള്ള കമ്പനിയുടെ കപ്പലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിഴിഞ്ഞത്തെയും അദാനിയെയും ഒക്കെ ഉപദ്രവിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായിട്ടുള്ളൊരു അപകടമായിട്ട് ചിത്രീകരിക്കുന്നതിൽ വലിയ കഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കേസ് എന്തുകൊണ്ടാണ് സർക്കാർ എടുക്കുന്നത്, നഷ്ടപരിഹാരം മാത്രം മതി എന്നൊക്കെ പറയുന്നത്, അതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയുടെ ഭാഗമാണ്. ബിസിനസ് നിലനിൽക്കണം, ബിസിനസ്സിന് സർവൈവൽ ഉണ്ടാകണം എന്നൊക്കെ കരുതിയായിരിക്കണം ഈ കേസെടുക്കലും. കപ്പൽ കമ്പനികൾക്കെതിരെ കേസ് നമ്മളൊക്കെ പറയുന്നത് കേസെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഒരു ബിസിനസ് ഇക്വേഷൻസ് ഉണ്ട്. ആ ബിസിനസ് ഇക്വേഷൻസിലെ നഷ്ടപരിഹാരം കൊടുത്ത പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നവരാണ് ബിസിനസ് ലോബികളൊക്കെ. ചിലപ്പോൾ അത് എൻ്റെ സോഷ്യൽ കോസ്റ്റൊക്കെ വളരെ വലുതായിരിക്കും. കാരണം ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണെങ്കിൽ കേസ് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വളരുകയാണ് എങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്ന് കരുതുമെങ്കിലും വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിഴിഞ്ഞത്തിന് പരിക്കില്ലാത്ത രീതിയിൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നതായിരിക്കാം ഈ ബിസിനസ് ലോകത്തിൻ്റെ ചിന്ത. അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നഷ്ടപരിഹാരം മതി, കേസ് വേണ്ട എന്ന നിലയ്ക്ക് ആദ്യത്തിൽ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നു. ഇന്നലെയൊക്കെ ആയിട്ട് വരുന്ന വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപകടം ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ്. കേരളത്തിലേക്ക് ഇത് ഒഴുകിയെത്തുന്നതിന് പകരമായിട്ട് സിംഗപ്പൂരിലേക്കും അതേപോലെ സിലോണിലേക്കുമൊക്കെ ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഈ കണ്ടെയ്നറുകളിലുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും രാസപരമായിട്ടുള്ള ഭീഷണി ഉയർത്തുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും അത് ഗൗരവമായിട്ട് തന്നെ ടാക്കിൾ ചെയ്യേണ്ടതാണ്. അതെത്രമാത്രം ഈ വിഴിഞ്ഞത്തിന് ഭീഷണിയായിത്തീരും എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് അതിൽ കേരളം വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയനെ ട്രോളുക എന്ന് പറയുന്നത് എന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു മാൻഡ്രേക്ക് എഫക്റ്റൊക്കെ കൊണ്ടാണ് ഈ അപകടം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ കൂടി തന്നെയാണല്ലോ ഇതിപ്പോൾ ഏതാണ്ട് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾ. ക്രെഡിറ്റ് അതിന് അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുന്ന ഒരു വയസ്സ് അതിൻ്റെ ഡിസ്ക്രെഡിറ്റ് നേടുന്നു. അതൊക്കെ അതിൻ്റെ അകത്തുള്ള ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ ട്രോളിങ് മാത്രമായിട്ട് നമ്മളെ കണക്കാക്കൽ മതിയെന്ന് എനിക്ക് തോന്നണം. അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് തന്നെ നിരീക്ഷിക്കേണ്ടതും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ് ഈ കപ്പലപകടം.